അങ്ങനെ കമ്പത്തുനിന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ചന്തയിൽ കയറി. ഇത് ഉഴവർ ചന്ത. കമ്പത്ത് നിന്ന് 6 കിലോമീറ്ററാണ് കുമ്മിളി റൂട്ടിലോട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലായിരുന്നോ, കമ്പത്ത് പോയിട്ടുണ്ട് ഒരു മരണത്തിന് തിരിച്ചു വരുമ്പോൾ ചന്തയിൽ കയറണമെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ. ഈ ചന്തയുടെ പ്രത്യേകത ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. കൃഷിക്കാർ അവരവരുടെ പച്ചക്കറികൾ പറിച്ചേക്കുന്നത് ഫ്രഷായിട്ട് അപ്പം കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്. ഞായറാഴ്ച ദിവസം രാവിലെ ആകുമ്പോൾ വെളുപ്പാങ്കാലത്ത് അവരെല്ലാം പറിച്ചുകൊണ്ട് വന്ന് സെറ്റാക്കുന്നതാണ് ഇതെല്ലാവരും. അച്ചാർ, പഴങ്ങൾ, പച്ചക്കറികൾ, എല്ലാ പച്ചക്കറികളും ഇവിടെ കിട്ടും നമുക്ക്. വെളിയിലൊന്നും പോകേണ്ട കാര്യമില്ല. ഒത്തിരി വിലക്കുറവാണ്. തേങ്ങയ്ക്ക് 10 രൂപയുള്ളൂ. ഉള്ളിക്ക് 2.5 കിലോ 50 രൂപ, കത്രിക്ക 30 രൂപ കിലോ, നെല്ലിക്ക 60 രൂപ. 2 തരം ഉള്ളികളുണ്ട്. കിഴങ്ങ് 4 കിലോ. ഈ പാത്രത്തിനകത്തിരിക്കുന്നതൊക്കെ 10 രൂപയുള്ളൂ ഓരോ ഇതായിട്ട്. പിന്നെ ഉണക്കമീനുകൾ, ഒത്തിരി വെറൈറ്റീസ് ഉണക്കമീനുകളുണ്ട്. എന്തൊക്കെ വെറൈറ്റീസ് അന്നേരം നെത്തോലി തന്നെ 10ഉം 14ഉം വെറൈറ്റീസാണ് ഉള്ളത്. ഉപ്പുള്ളതും ഉപ്പില്ലാത്തതും വാളമീൻ, അങ്ങനത്തെ പലതരം മീനുകളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഈ ചന്ത 2 ഇതായിട്ടാണ്, ഒരു 2 സെറ്റായിട്ടാണ്. ഓരോ കൃഷിക്കാരും അവരവരുടെ പച്ചക്കറികൾ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നതാണ്. തേങ്ങ 10 രൂപ, ഒരു തേങ്ങയ്ക്ക് 10 രൂപയാണ്. നല്ല തേങ്ങ കേട്ടോ, ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇഞ്ചി കിലോ 120 രൂപ, 110 രൂപ പറഞ്ഞ് റേറ്റ് പറഞ്ഞ് വാങ്ങിച്ചു. ഇതിനൊക്കെ 10 രൂപയുള്ളൂ കേട്ടോ. മധുരക്കിഴങ്ങ്, മത്തങ്ങ, മാങ്ങ, നല്ല മാങ്ങ, കപ്പ മാങ്ങയാണ്, നല്ല ടേസ്റ്റ്, ഒത്തിരി പുളിയില്ലാത്ത. ഇതിനൊക്കെ 10 രൂപയുള്ളൂ. കപ്പ പക്ഷെ അത്രയും കൊള്ളില്ല, കപ്പ ഇഷ്ടപ്പെട്ടില്ല, മൊത്തം നാരാണ്. അത് നേരത്തെ ഞങ്ങൾ വൈകിട്ടായപ്പോൾ ഒത്തിരി താമസിച്ചു. മുരിങ്ങയൊക്കെ 10 രൂപയുള്ളൂ ഒരു കെട്ടിന്. 10ഉം 12 മുരിങ്ങയ്ക്കൊക്കെ ഉണ്ട്. കത്രിക്ക 30 രൂപ. തക്കാളിപ്പഴം വന്നിട്ട് 15 രൂപയാണ്. പച്ചമുളക് കിലോ 40 രൂപ. ഇഞ്ചി 1 കിലോ 110 രൂപയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുക, പിള്ളേർ പോലും 8ഉം 10ഉം വയസ്സുള്ള പിള്ളേർ പോലും അവരുടെ പേരൻസിൻ്റെ കൂടെ ഇരുന്ന് കച്ചവടം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. വെളുത്തുള്ളിയൊക്കെ 40 രൂപയുടെ ഉണ്ട്, 60 രൂപയുടെ ഉണ്ട്. പപ്പടം, എന്തൊക്കെ തരം പപ്പടം വേണം, കളറുകൾ, പല വെറൈറ്റീസ് പപ്പടങ്ങളാണ് എല്ലാം. പലചരക്ക് കട ഇതിനകത്തുണ്ട് കേട്ടോ, 4-5 പലചരക്ക് കടയുണ്ട്. കോളിഫ്ലവറൊക്കെ 20 രൂപയാണ് ഈ വലിയതിന്. വെണ്ടയ്ക്ക 20 രൂപ, നെല്ലിക്ക 60 രൂപ എങ്ങാണ്ടൊക്കെയായിരുന്നു. ഒത്തിരി വിലക്കുറവായിരുന്നു. എല്ലാ സംഭവങ്ങൾക്കും നല്ല വിലക്കുറവാണ്. നമ്മൾ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ലാഭം നമ്മൾ അവിടെ പോയി വാങ്ങുന്നതാണ്. പിന്നെ ഇതൊക്കെ സ്നാക്സ് ഐറ്റംസാണ്. ആദ്യം സ്നാക്സ് ഐറ്റത്തിലോട്ട് പോയില്ല, കാര്യം എന്ന് വെച്ചാൽ പോയാൽ എനിക്ക് അവിടെ തന്നെ പാതി കാശും തീരും. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. ലാസ്റ്റ് ആയത് മൈസൂർ പാക്ക്, പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന മൈസൂർ പാക്ക്, കാജാ മിഠായി, കടല മിഠായി, പിന്നെ ഇങ്ങനത്തെ കുറേ ബണ്ണുകളുടെ ഐറ്റംസ്, സോനം പപ്പടി, നമ്മുടെ നാരങ്ങ മുട്ടായുടെ പലതരം കളറുകളല്ലേ, ജീരക മുട്ടായി, ജെംസ് മുട്ടായി, പിന്നെ ഗ്യാസ് മുട്ടായി, പിന്നെ ഗുലാബ് ജാമുൻ ഇട്ട് വെച്ചേക്കുവാണ്. പിന്നെ വന്നിട്ട് ബിസ്ക്കറ്റുകൾ, കുറേ വെറൈറ്റീസ് ബിസ്ക്കറ്റ് ഉണ്ട്. അങ്ങനെ ഒരു ചൂലില്ലായിരുന്നു, ഒരു ചൂലും കൂടെ വാങ്ങിച്ചു. 40 രൂപ ചൂലിന്. ബിഷോപ്പറില്ലാത്തൊരു വിഷമിക്കേണ്ട, അവിടെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. തൂക്കിയിട്ടുണ്ട് 40 50 എങ്ങാണ്ടാണ്. പിന്നെ അങ്ങനെ വെളി വന്നപ്പോൾ നല്ല ചൂട് സമോസ ഇട്ട് പൊരിക്കുന്നുണ്ടായിരുന്നേ, പച്ചയും കോളിഫ്ലവറും. പിന്നെ കോളിഫ്ലവർ ഒന്ന് ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാൻ എടുത്തോളാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അവർ പറഞ്ഞായിരുന്നു, ഞാനൊരു 1/4 കിലോയോളം ടേസ്റ്റ് നോക്കി തിന്ന് തീർച്ചിട്ടുണ്ട് കേട്ടോ. പാപം അവരൊന്നും പറഞ്ഞില്ല. പിന്നെ സമോസയും വാങ്ങിച്ച് ഞങ്ങൾ കുറേ കടികളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് വന്നു. പിന്നെ ഇതൊക്കെ വെളിയിലാണ്. ഇതൊക്കെ ഈ ഐറ്റംസ് എല്ലാം കാണുന്നത് വെളിയിലാണ്. സ്നാക്സുകളും പിന്നെ മാങ്ങാപ്പഴങ്ങളെല്ലാം. ഇത് ചിപ്സ്, അപ്പം കപ്പ വറുത്ത അപ്പം ഫ്രഷായിട്ട് അവരുണ്ടാക്കി അവിടെ ഇടുകയാണ്. പിന്നെ ഇത് ചോളമില്ല, ചോളം പുഴുങ്ങുന്ന അടിയിലെ, അതിന് പുറത്ത് കടലയും കൂടെ പുഴുങ്ങുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ട് ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല രസമായിട്ട്, നല്ല ലാഭമാണ് കേട്ടോ. 1000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഒരു മാസത്തേക്കുള്ള സാധനങ്ങളെല്ലാം